എല്ലാവരെയും അത്ഭുത മാതാവ് അനുഗ്രഹിക്കട്ടെ. മക്കളെ, പരിശുദ്ധി അമ്മ മാതാവിനെ അറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്ത് ഈശോയോടൊപ്പം ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് തിരഞ്ഞെടുത്ത വൈദികർ നടത്തുന്ന അത്ഭുത ലൈവിൽ നിങ്ങൾ പങ്കുചേർന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ലൈവിൽ പങ്കെടുത്ത അനേകം മക്കളാണ് ഇത്തരത്തിൽ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധി അമ്മ നടത്തി കൊടുക്കുകയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവാൻ പോകുന്നു. പരിശുദ്ധി അമ്മ മാതാവിനെ നിങ്ങൾ നിരസിക്കരുത്. നിങ്ങളിത് പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിച്ച് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ എല്ലാ ലൈവിലും പങ്കെടുത്ത് പരിശുദ്ധി അമ്മയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അത്ഭുതങ്ങൾ അനവധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളുടെ ജീവിതത്തിൽ ഞാൻ ഇറങ്ങി വരുമെന്നും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എടുത്തു നീക്കുമെന്നും അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഈ ലോകത്ത് ഞാൻ സാധിച്ചു കൊടുക്കുമെന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ലേശങ്ങളോ ഈ ലോകത്തുണ്ടാവില്ല എന്നും പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കുവാനായിട്ട് നിങ്ങളുടെ ക്ലേശങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങളത് പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിക്കണം. മക്കളെ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുമ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുകയും പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശുരൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളെ പരിശുദ്ധി അമ്മ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ക്ലേശങ്ങളും ഈ മക്കളിൽ നിന്ന് പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കുവാനായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക കൃപയും ഇടപെടലും ഉണ്ടാവുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് കൈവിടരുതേ. പരിശുദ്ധി അമ്മ മാതാവേ, എന്ത് ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഗ്രോത്തും ഈ മക്കളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവുന്നില്ല. പരിശുദ്ധി അമ്മ മാതാവേ, അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറിപ്പോയിക്കൊണ്ട് ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം 100% സക്സസ് ആയി മാറുവാനും സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. ഈ മക്കൾ മറ്റുള്ളവർ സാമ്പത്തികത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളെ സമ്പന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകളേക്ക് ഇവരുടെ മുൻപിലേക്ക് കൊണ്ടുവരാനും ഇവരുടെ സഹായം തേടുന്ന സാഹചര്യം ഒരുക്കുവാനും പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ ഞാൻ വേരോടെ തകർത്ത് കളയുമെന്ന്. പരിശുദ്ധി അമ്മ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ഇരുകരങ്ങളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത് ഈ മക്കളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മേ മാതാവേ, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ആ മക്കൾക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മേ മാതാവേ, ആ മക്കൾക്ക് പരിശുദ്ധി അമ്മ മാതാവ് ഗവൺമെൻറ് ജോലി നൽകണമേ. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ശമ്പളത്തോട് കൂടിയുള്ള ജോലി ലഭിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വേദനകളും ഈ നിമിഷം തന്നെ പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധി അമ്മേ മാതാവ്, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ കടബാധ്യത എത്രത്തോളമാണെങ്കിലും അതെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു കടബാധ്യത പോലും വന്നു ഭവിക്കാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അത്തരത്തിൽ പരിശുദ്ധി അമ്മ മാതാവ്, ഈ മക്കളെ സമ്പന്നതയിലേക്ക് ഈ മക്കൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ സമ്പന്നത ഈ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ. പരിശുദ്ധി അമ്മ മാതാവ്, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ആ പരിശുദ്ധി അമ്മ മാതാവ്, ജപ്തിവക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവ്, ആ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവേ, അമ്മ മാത്രമാണ് തുണ. പരിശുദ്ധി അമ്മ മാതാവ്, ആ കാര്യത്തിൽ അത്ഭുതം നടത്തണമേ. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ജപ്തി സാഹചര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറിപ്പോട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു മക്കൾക്ക് ഒരു കടബാധ്യതയോ ജപ്തിവക്കിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളോ ഒരു സാമ്പത്തിക നഷ്ടങ്ങളോ സാമ്പത്തിക ക്ലേശങ്ങളോ ഉണ്ടാവാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണമേ. അമ്മ മാതാവ്, ഈ മക്കളെ ചേർത്ത് പിടിക്കുന്ന നിയോജത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവ്, അതിലെല്ലാം പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. ഈ മക്കൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ അത്ഭുതം നടക്കണമേ. അമ്മ മാതാവ്, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും ഈ മക്കളുടെ കണ്ണുനീരും എല്ലാം തന്നെ മാറിപ്പോട്ടെ. ഇനിയുള്ള ദിവസങ്ങളെല്ലാം സന്തോഷ സമാധാനം നിറയുന്ന ഭവനമായിട്ടും സാമ്പത്തിക ഉണർവിലൂടെ ഉയർന്നു വരുന്ന ഭവനമായിട്ടും പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ ഭവനത്തിന് മാറ്റണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മ മാതാവ്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കളെ പരിശുദ്ധി അമ്മ കാത്ത് സംരക്ഷിക്കണമേ. അവർ ചെയ്യുന്ന ജോലിയിലെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സംരക്ഷണ വലയം ചേർത്തുകൊണ്ട് ആ മക്കൾക്ക് ഒരു ആപത്തോ ഒരു അപകടമോ കൂടാതെ പരിശുദ്ധി അമ്മ മാതാവ് കാത്തുകൊള്ളണമേ. ആ മക്കൾ അവിടെ സെറ്റിലായിരിക്കുവാണെങ്കിൽ പരിശുദ്ധി അമ്മ മാതാവേ, ആ മക്കളെയും പരിശുദ്ധി അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ, വിദേശ രാജ്യങ്ങളിലുള്ള മക്കൾ എല്ലാവരും തന്നെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നു
ചേർന്നുകൊണ്ട് ലൈവിൽ പങ്കെടുക്കണമെന്ന്. പരിശുദ്ധ അമ്മേ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് എപ്പോഴും സന്തോഷവും സമാധാനവും സാമ്പത്തിക ഉയർച്ചയും മക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. അമ്മേ മാതാവേ ജോലി ചെയ്യുന്ന മക്കൾ ഏത് തരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ ക്ലേശങ്ങളെല്ലാം മാറിപ്പോവാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ അത്ഭുതം നടക്കണമേ. എപ്പോഴും സന്തോഷ സമാധാനം നിറയട്ടെ. നേഴ്സുമാർ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഡോക്ടർമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കളെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കണമേ. അവരുടെ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് സുരക്ഷിതമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മക്കൾക്കെല്ലാം ദീർഘായുസ് നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് പരിശുദ്ധ അമ്മ നൽകുമെന്നും ഈ ലോക ജീവിതത്തെക്കുറിച്ചും ലോക ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധ വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. വേവലാതിപ്പെടേണ്ട എന്ന് അത് പരിശുദ്ധ അമ്മ മാതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന്. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോകുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് അധ്യാപകരെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം എടുത്തു നീക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് വിദ്യാർത്ഥികളെ ഞാൻ നമ്മുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. പരിശുദ്ധ അമ്മ മാതാവ് ആ മക്കളെ അനുഗ്രഹിക്കണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആ മക്കളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് ഭാവിയിൽ എന്തായി തീരണമെന്ന് ആ മക്കൾ ആഗ്രഹിക്കുന്നു അത് സാധിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ക്ലേശങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോകുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവേ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ ക്ലേശങ്ങളാണെങ്കിലും അതെല്ലാം മാറിപ്പോട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു തരത്തിലുള്ള രോഗാവസ്ഥകൾ വന്നു ചേരാതിരിക്കുവാൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ മാതാവ് എപ്പോഴും ഈ മക്കളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറിപ്പോകാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. മക്കളെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണ ആരോഗ്യം തിരികെ ലഭിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ ആ മക്കളെ പരിശുദ്ധ അമ്മ മാതാവിന്റെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ സാഹചര്യങ്ങളും ഈ നിമിഷം തന്നെ വിട്ടുമാറിപ്പോട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവേ അവരുടെ വിവാഹം നടക്കുവാനും അവരാഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് വിവാഹം നടക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധ അമ്മ മാതാവേ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീർന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ അനവധി നടത്തിയ പരിശുദ്ധ അമ്മ മാതാവേ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടൽ നടക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും ഓരോരുത്തരും പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വന്തം മക്കളായി തീരുന്നതാണ്. ഈ മക്കൾ അത് പ്രോമിസ് ചെയ്യുന്നു. പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവെ സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കളെ ഞാൻ അവിടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. വീടും സ്ഥലവും ഇല്ലാത്ത മക്കളെ ഞാൻ അവിടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവെ മക്കളുടെ കാര്യത്തിൽ അത്ഭുതം നടക്കണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവെ ഭവനമോ സ്ഥലമോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുവാണ്. എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ ക്ലേശങ്ങളെല്ലാം വിട്ടുമാറിപ്പോട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളെ ഞാൻ അവിടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ക്ലേശങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ എല്ലാം തന്നെ മാറിപ്പോട്ടെ. എപ്പോഴും അവിടെ സന്തോഷം സമാധാനം നിലനിൽക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവെ സ്വത്ത് തർക്കങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോട്ടെ. സമാധാനം സന്തോഷം നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവെ ആ പൈശാചിക ബന്ധനം പൂർണ്ണമായിട്ട് മാറിപ്പോയിക്കൊണ്ട് നല്ല രീതിയിലുള്ള കുടുംബജീവിതം നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. ഈ ശരീരത്തിന് പരിശുദ്ധ അമ്മ മാതാവ് വിശദീകരിക്കണമേ. അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ ഉണ്ടാവണമേ. പരിശുദ്ധ അമ്മ മാതാവെ അതുപോലെ തന്നെ ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവെ മറ്റാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിക്കട്ടെ. ഈ മക്കളിൽ നിന്ന് എല്ലാം വിട്ടുപോയതെല്ലാം തിരികെ ലഭിക്കട്ടെ. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവെ ഈ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവെ ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടൽ ഈ നിമിഷം തന്നെ നടക്കണമേ. മക്കളെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം നിങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുവാണല്ലോ. അക്കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ ഇടപെടൽ ഉണ്ടാവുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ വിടുവിക്കുന്നതിന് ഓർത്ത് ഇവിടെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. മക്കളെ ഇപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ കുരിശ് രൂപം വെച്ച് നിങ്ങൾ ആശീർവദിക്കുന്ന സമയമാണ്. നിങ്ങൾ കുമ്പിട്ട് നൽകാം. പരിശുദ്ധ അമ്മ മാതാവ് ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ഭവനത്തിലുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ഈ നിമിഷത്തിന് പൊട്ടിച്ചെറിയട്ടെ. ഈ മക്കളുടെ ഭവനത്തിലുള്ള എല്ലാ സമാധാനമില്ലായ്മയും എല്ലാ സന്തോഷമില്ലായ്മയും എല്ലാ
തകർച്ചകളും എല്ലാ ക്ലേശങ്ങളും എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോട്ടെ. പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളുടെ ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെ പരിശുദ്ധി അമ്മ മാതാവ് ആശീർവദിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, എല്ലാ തരത്തിലുള്ള കടബാധ്യതകളും ഈ നിമിഷം തന്നെ പൊട്ടി മാറിപ്പോട്ടെ. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറിപ്പോട്ടെ. ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും ഈ മക്കളുടെ ഭവനത്തിലേക്ക് വന്നു ചേരാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ സംരക്ഷണ വലയം ഈ മക്കളുടെ ഭവനത്തിന് ചുറ്റും പരിശുദ്ധി അമ്മ മാതാവ് ഒരുക്കണമേ. ഈ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒരു അപകടമോ ഒരു ആപത്തോ ഈ മക്കളിൽ വന്നു ചേരാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ പരിശുദ്ധി അമ്മ ആശീർവദിക്കണമേ. അതുപോലെ തന്നെ ഒരു ജീവികളിൽ നിന്ന് ഒരു ആക്രമണമോ ഒരു ജീവിയിൽ നിന്ന് ഒരു രീതിയിലുള്ള ഉപദ്രവമോ പ്രകൃതിയിൽ നിന്ന് ഒരു രീതിയിലുള്ള ഉപദ്രവമോ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതിരിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവിന്റെ ആശീർവാദം ഈ നിമിഷം തന്നെ ഈശോടൊപ്പം ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിന്റെ അത്ഭുതം ഈ നിമിഷം തന്നെ നടക്കണമേ. പരിശുദ്ധി അമ്മ മാതാവ് ആശീർവദിച്ചിരിക്കുന്നു. പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. മക്കളെ, നിങ്ങളെ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതേ ഭക്തിയോട് കൂടെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മ മാതാവിന്റെ സ്വന്തം മക്കളെ തീരും. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധി അമ്മ മാതാവ് നിങ്ങളെല്ലാവരെയും സ്വന്തം മക്കളെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു.